ഹായ് വ്യൂവേഴ്സ്, അപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്ന് രാജസ്ഥാനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ സ്കൂളിൽ പോയി അഡ്മിഷനൊക്കെ എടുത്ത് അങ്കിത്തോബിയൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി. അപ്പം നമ്മൾ കിച്ചണൊന്നും സെറ്റാക്കിയില്ല. അപ്പോൾ ആദ്യത്തെ 2 ദിവസമൊക്കെ നമുക്ക് ഇവിടെയുള്ള ഫ്രണ്ട്സായിരുന്നു നമുക്ക് ഫുഡൊക്കെ തന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ ദിവസം അഡ്മിഷൻ എടുത്തിട്ട് സ്കൂളിൽ പോയ ദിവസം ആന്ധ്രക്കാരായിരുന്നു രാവിലെ പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ റൊട്ടിയും കടലക്കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നത്. അവർ തന്നെ ഉച്ചയ്ക്ക് പിന്നെ റൊട്ടിയും മഷ്റൂമിൻ്റെ സബ്ജിയും രസവും ചോറും ഒക്കെ കൊണ്ടു തന്നായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം രാത്രിയിൽ നമുക്കൊരു മലയാളി ഫാമിലി ചോറ് കൊണ്ടു തന്നായിരുന്നു. ചോറും പിന്നെ കായത്തോരനും കോവയ്ക്ക വിഴുക്കുവരട്ടിയും പിന്നെ ക്യാബേജ് തോരനും സാമ്പാറും ഒക്കെ കൊണ്ടു തന്ന്. അപ്പം അവർ കൊണ്ടു തന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഒരു തമിഴ് ഫാമിലി ഉണ്ടായിരുന്നു. അവർ നമുക്ക് ചോറ് കൊണ്ടു തന്നായിരുന്നു. ഇത് പിന്നെ ഉച്ചക്കലത്തെ റൊട്ടി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഉച്ചക്കലത്തെ രാത്രി തന്നെ പിന്നെ തമിഴ്നാട്ടുകാരും കൊണ്ടു തന്നായിരുന്നു. അപ്പോൾ അവർ കൊണ്ടു തന്നത് എന്താണെന്ന് നോക്കാം. ഇതിനി എല്ലാ റൂമെല്ലാം സെറ്റ് ചെയ്യണം, എല്ലാം വാരി നിരത്തി ഇട്ടേക്കും ഇവിടെ. പിന്നെ ഇത് ഉച്ചക്കലത്തെ ആന്ധ്രാക്കാർ എന്നതിൻ്റെ ബാക്കി രസമായിരുന്നു. രസമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ തമിഴ്നാട്ടുകാർ എന്നത് ഈ ചോറും സാമ്പാർ തേങ്ങ അരച്ച സാമ്പാറായിരുന്നു. ഇത് അങ്കിത്തിനും ഒബിക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ സാമ്പാർ. അമ്മ അതിൻ്റെ റെസിപ്പിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് രസം, പിന്നെ ഇത് വെണ്ടയ്ക്കയുടെ സബ്ജി, പിന്നെ ആലുവിൻ്റെ സബ്ജി. അപ്പോൾ ഇത്രയും, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പപ്പടം, ഇത്രയും കൂടെയാണ് തമിഴ്നാട്ടുകാർ തന്നത്. അപ്പം പിറ്റേന്ന് രാവിലെ തന്നെ മലയാളി ഫാമിലി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിക്കൊണ്ട് തന്നു. ഇഡ്ഡലിയും സാമ്പാറും കൂടെ തന്നായിരുന്നു. സ്കൂളിൽ പോയപ്പോൾ അത് കഴിച്ചിട്ട് പോയി. ഞാൻ പിന്നെ കുറച്ച് റൊട്ടിയും ആലുവും പാലക്കോടെ സബ്ജി ഉണ്ടാക്കിയായിരുന്നു. അത് സ്കൂളിലും കൊടുത്തു വിട്ടായിരുന്നു. അപ്പം എല്ലാവരും ഫുഡൊക്കെ തന്ന്, ഫുഡൊന്നും നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടില്ല. ഇതെല്ലാം കൂടെ രാത്രി കഴിച്ച് തീരത്തില്ലായിരുന്നല്ലോ. അപ്പം നമ്മൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് ഉച്ചക്കലത്ത് പിന്നെ കുറച്ച് കോഴിയും കൂടെ ഒക്കെ വാങ്ങിച്ചിട്ട് ഫ്രൈഡ് റൈസ് ആക്കി ഉച്ചയ്ക്ക് അതും കഴിച്ച്. അപ്പോൾ ആരുടെയും ഫുഡ് നമ്മൾ വേസ്റ്റ് ആക്കിയിട്ടില്ല. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് തന്ന എല്ലാവർക്കും താങ്ക്സ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.